ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ചെമ്പരത്തിക്ക് നമ്മൾ റോസിന് കൊടുക്കുന്ന അത്രയും കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് ഒരുപാട് പൂക്കൾ തന്നുകൊണ്ടിരിക്കും. വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഗ്രോത്ത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ചെമ്പരത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്, പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെമ്പരത്തി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെമ്പരത്തിയിൽ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, രോഗങ്ങൾ എന്തൊക്കെയാണ്, കീടങ്ങൾ എന്തൊക്കെയാണ്, കൂടാതെ ചെമ്പരത്തി കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചെമ്പരത്തിയിൽ എത്ര ഇനങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം പുതിയ പുതിയ വെറൈറ്റി വരികയാണെന്ന് തോന്നുന്നു. അത്രയ്ക്കധികം പുതിയ വെറൈറ്റികളാണ് പല ദിവസവും നമ്മൾ നഴ്സറി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഡബിൾ ഷെയ്ഡിൽ, ഡബിൾ പെറ്റൽ, അതിൽ മൾട്ടി കളറിൽ, ഇങ്ങനെ ഒരുപാട് വർഗ്ഗങ്ങൾ, ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികൾ ഓരോ ദിവസം നഴ്സറികൾ വരാറുണ്ട്. അപ്പോൾ ചെമ്പരത്തിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചെമ്പരത്തി നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ, ട്രോപ്പിക്കൽ കാലാവസ്ഥ നന്നായിട്ട് പൂത്ത് വിടർന്ന് വരുന്നൊരു ചെടിയാണ് ചെമ്പരത്തി. നിറയെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും. ചെമ്പരത്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം നന്നായിട്ട് പ്രൂണിങ് ആണ്, നന്നായിട്ട് വെയിലുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ വളം വല്ലാതെ കൊടുത്തിട്ടില്ലെങ്കിലും ചെമ്പരത്തിൽ ഇഷ്ടം പോലെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു 5-6 വർഷം പഴക്കമുള്ള ചെമ്പരത്തി ചെടികളൊക്കെ കുറഞ്ഞ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കമ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ചാഞ്ഞ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെമ്പരത്തികൾ നമ്മൾ മെയിൻ്റനൻസ് നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ചെമ്പരത്തിയിൽ പൂക്കൾ തരാത്തത്. നമ്മൾ കൃത്യസമയത്ത് ഒരു 3-4 മാസം കൂടുമ്പോൾ അതിന് പ്രൂണിങ് ഒക്കെ കൊടുത്ത് ആവശ്യമില്ലാത്ത ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് പുതിയ ശിഖരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടിയിൽ ഇഷ്ടം പോലെ പുതിയ പൂമൊട്ടുകളും പുതിയ തളിരിലകളൊക്കെ വന്നിട്ട് ഒരു ബുഷ് പോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രൂണിങ് ചെയ്യുന്നതനുസരിച്ചാണ് ചെടിയിൽ പുതിയ പൂമുട്ടുകൾ വരാൻ വേണ്ടി ചെടിക്കൊരു പ്രേരണ ഉണ്ടാവുക. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചെമ്പരത്തി വരുന്ന പ്രധാന കോമൺ പ്രശ്നമാണ് മുഞ്ഞകളുടെ ഒരു ശല്യം. മുഞ്ഞകളുടെ ശല്യം നമ്മുടെ ചെടിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ചെടിയിലുണ്ടാകുന്ന പൂമുട്ടുകൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങുക, പുതിയ ഇലകൾ മുരടിച്ചു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. മുഞ്ഞകളുടെ ശല്യം മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഉറുമ്പുകളുടെ ഒരു സഹായം കൊണ്ടാണ്. നമ്മുടെ ചെമ്പരത്തി ചെടികളിൽ ഉറുമ്പുകൾ വല്ലാതെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇടയ്ക്ക് ഉറുമ്പ് പൊടിയൊക്കെ നമ്മൾ മരത്തിന് ചോട്ടിലും മരത്തിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നതൊക്കെ ഏറെ ബെറ്ററാണ്. ഉറുമ്പുകൾ വല്ലാതെ നമ്മുടെ ചെടിയെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വൈകാതെ തന്നെ മുഞ്ഞകളുടെ ശല്യവും നമ്മുടെ ചെടിയിൽ വരും. നമുക്ക് ഓർഗാനിക്കായിട്ടും അല്ലാതെയുള്ള പെസ്റ്റിസൈഡുകളൊക്കെ പ്രയോഗിക്കാം. റോഗറൊക്കെ തളിച്ചു കഴിഞ്ഞാൽ തന്നെ മുഞ്ഞകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നശിച്ചു പോകും. പക്ഷേ പിറ്റേ ദിവസം ഉറുമ്പുകൾ ചെടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ വീണ്ടും മുഞ്ഞകൾ തുടങ്ങും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുഞ്ഞകളുടെ ശല്യം നമ്മുടെ ചെമ്പരത്തി ചെടിയെ വല്ലാതെ ബോധർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്ക് റോസ് വളർത്തുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ചെമ്പരത്തി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് റോസ് എല്ലാം ഒഴിവാക്കിയിട്ട് ചെമ്പരത്തിയിലോട്ട് തിരിഞ്ഞ് അങ്ങനെ ചെമ്പരത്തി മാത്രമായിട്ട് വളർത്തുന്ന ആളുകളുണ്ട്. കാരണം റോസിന് ഒരുപാട് ഫംഗൽ പ്രശ്നങ്ങൾ വരും. പക്ഷേ നമ്മുടെ ചെമ്പരത്തിക്ക് അങ്ങനെ ഫംഗൽ പ്രശ്നങ്ങൾ വല്ലാതെ വരാറില്ല. പക്ഷേ ചെമ്പരത്തി വരുന്ന മറ്റൊരു കോമൺ പ്രശ്നമാണ് ഇല ചുരുട്ടി പുഴുക്കൾ, ഇല തീനി പുഴുക്കൾ, ഇങ്ങനെ ഇലയെ തിന്ന് നശിപ്പിക്കുന്ന ഇനം പെസ്റ്റുകൾ. അപ്പം ഇങ്ങനെയുള്ള കീടങ്ങൾ തുടർച്ചയായിട്ട് നമ്മുടെ ചെമ്പരത്തി ചെടിയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുൻകരുതലായിട്ട് നമ്മൾ പെസ്റ്റിസൈഡുകൾ തളിച്ചു കൊടുക്കേണ്ടതുണ്ട്. 15 ദിവസം 20 ദിവസം കൂടുമ്പം പെസ്റ്റിസൈഡ് നമ്മൾ ഇലകൾ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പിന്നെ നമുക്ക് വരില്ല. രോഗം അല്ലെങ്കിൽ കീടങ്ങൾ വരുന്ന മുമ്പ് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് മറ്റെല്ലാ ചെടികളും പോലെ തന്നെ ചെമ്പരത്തിയും രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ റോസിന് വരുന്ന അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ഫംഗൽ രോഗങ്ങൾ വരാറില്ലെന്ന് പറഞ്ഞു. എന്നാലും ചെമ്പരത്തിയിൽ ഇടയ്ക്ക് കൊമ്പുണക്കം പോലുള്ള ചില ഫംഗസുകളൊക്കെ നമ്മുടെ ചെമ്പരത്തിയെ ആക്രമിക്കാറുണ്ട്. ചെമ്പരത്തിലെ ചില കൊമ്പുകളെല്ലാം ഉണങ്ങി ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന കാണാറുണ്ട്. ചില സമയങ്ങളിൽ ഇലകളെല്ലാം മഞ്ഞളിച്ച് ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ടൊക്കെ വന്നിട്ടും ഇലകൾ കൊഴിഞ്ഞു പോകാറുണ്ട്. ഇതൊക്കെ ചില ഫംഗസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇലകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇല പൊഴിച്ചിലൊക്കെ നമുക്ക് നിർത്തിയെടുക്കാൻ പറ്റും. ഏതെങ്കിലും കമ്പിൽ ഉണക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പ് ഉണക്കിനും കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അവിടെ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് പേസ്റ്റ് രൂപത്തിൽ കലക്കിയിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ മാവിനൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന ബോഡോ മിശ്രിതം പോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കൊമ്പുണക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഒട്ടുമിക്ക പല ചെടികളിലും കാണുന്ന കൊമ്പുണക്കം ഒരു ഫംഗസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഫംഗൽ പ്രശ്നങ്ങളാണ് പൊതുവെ ഒട്ടുമിക്ക കൊമ്പുണക്കങ്ങൾക്കും കാരണമാവാറുള്ളത്. പിന്നെ ഒരു ചെടിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഇനം ചെമ്പരത്തികൾ നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ചെമ്പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു വരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ചെമ്പരത്തി വെറൈറ്റികളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ചെടിയിൽ നമുക്ക് എല്ലാ ഇനങ്ങളും വെറൈറ്റി ആഡ് ചെയ്തുകൊണ്ട് ഒരു ചെമ്പരത്തി തന്നെ ഒന്നിലധികം പൂക്കൾ ഉണ്ടാവുന്ന ഒരു കാണുമ്പോൾ തന്നെ ഒരുപാട് പേരെ അട്രാക്ട്
അട്രാക്റ്റ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ കാര്യം വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചെടിയായിട്ട് ആ ഒരു ചെടിയെ മാറ്റിയെടുക്കാൻ കിട്ടും. നമ്മുടെ നോർമൽ ചെമ്പരത്തിലോട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറെ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അതിലെങ്ങനെ നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റിംഗ് ഒരു ചെടി ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ചെടി കൂടിയാണ്. പിന്നെ വരുന്ന കാര്യമാണ് വളപ്രയോഗം. നമ്മൾ മറ്റെല്ലാ ചെടികൾക്കും കൊടുക്കുന്ന പോലെ തന്നെ പൂക്കളുണ്ടാകാൻ പറ്റിയ എല്ലാ വളങ്ങളും നമുക്ക് ചെമ്പരത്തിയും ചെയ്തു കൊടുക്കാം. ചെമ്പരത്തിക്ക് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം നല്ല നീർവാർച്ചയുള്ള മണ്ണാണ്. അതുപോലെ തന്നെ പലരും പൂക്കളൊക്കെ വന്ന് തുടങ്ങുന്ന സമയങ്ങളിൽ ചെടി ഇൻഡോറായിട്ട് വീടിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നത് കാണാറുണ്ട്. നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ചെമ്പരത്തിയെ പരിഗണിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. കാരണം ചെമ്പരത്തിക്ക് ഒരു 6 മണിക്കൂറിൽ കൂടുതൽ വെയിൽ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പം നമ്മൾ ഇൻഡോറായിട്ട് മാറ്റുമ്പം വളരെ കുറഞ്ഞ 2 മണിക്കൂറിൽ താഴെ വെയിൽ കിട്ടുന്ന ഒരു അവസ്ഥയെ നമ്മളെ ഈ ഒരു പ്ലാന്റ് കിട്ടുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും കാണുന്ന പ്രശ്നം ഇലപ്പൊഴിച്ചിലും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന പ്രവണത കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നല്ല സൂര്യപ്രകാശമുള്ളൊരു ഭാഗത്തോടൊക്കെ മാറ്റി വെക്കാണ് ഒന്നുകൂടി ഉഷാറായിട്ട് ചെടിക്ക് വളരാനും കൂടുതൽ പൂക്കൾ തരാനൊക്കെ അത് ഒരുപാട് ചെടിയെ സഹായിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെടിയെ കെയർ ചെയ്യുക. പിന്നെ വളപ്രയോഗം നമുക്ക് ബാലൻസ്ഡ് NPK നമ്മൾ ചെയ്തു കൊടുക്കാം. ബാലൻസ്ഡ് NPK ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല വളർച്ചയും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനുള്ളൊരു ശ്രമം ചെടി നടത്തും. അതുപോലെ തന്നെ നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഇടയ്ക്ക് ചെടിയുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നനച്ചു കൊടുക്കുക. മഴക്കാലമൊക്കെ വരുന്നുണ്ടെങ്കിൽ മഴക്കാലത്തിന് മുമ്പായിട്ട് ചെടികളുടെ കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് പുതിയ ശിഖരങ്ങൾ ഉണ്ടായി വരാനും പുതിയ പൂമുട്ടുകളൊക്കെ ഉണ്ടായി വരാനൊക്കെ ചെടി അത് ഒരുപാട് സഹായിക്കും. ആ രീതിയിലൊക്കെ നമുക്ക് ചെടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒത്തിരി നല്ല രീതിയിൽ ചെടി വളർന്നു വരികയും ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചെമ്പരത്തി വെക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരങ്ങളൊന്നും ഇല്ലാതെ ഓപ്പണായി കിടക്കുന്ന നമ്മുടെ മുറ്റത്തിൻ്റെ ഏതും ഭാഗത്തൊക്കെ ചെമ്പരത്തി വെക്കാൻ പറ്റും. മരങ്ങളുടെ ചുവട്ടിലൊന്നും ഒരിക്കലും നമ്മുടെ ചെമ്പരത്തി ചെടി വെക്കാതിരിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെടി മുരടിച്ച് പോവുകയും പൂക്കളില്ലാതിരിക്കുകയും ചെയ്യും. ചില സമയങ്ങളിൽ നന്നായിട്ട് ഇലകളൊക്കെ നന്നായിട്ട് വലിപ്പം വെക്കും, വലിയ ഇലകളൊക്കെ ഉണ്ടായി വരും. പക്ഷേ പൂക്കളോ പൂമുട്ടുകളോ ഒന്നും വല്ലാതെ ഉണ്ടായി വരാത്തൊരവസ്ഥ ഉണ്ടാവും. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ചെമ്പരത്തി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിറയെ പൂക്കളും പൂമുട്ടുകളും ഉണ്ടായി വരുള്ളൂ, പൂക്കൾ വന്ന് മൂടുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗങ്ങളാണ് ഇത് വെക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം. അപ്പം നമ്മുടെ ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികൾ നമ്മൾ വെക്കാൻ വേണ്ടി സ്ഥലങ്ങൾ കണ്ടെത്തുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടി ഒന്ന് ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ചെമ്പരത്തി ചെടി മാറ്റി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ റോസിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മൾ ചെമ്പരത്തി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും 1-2 ചെമ്പരത്തി വാങ്ങി നമ്മുടെ തോട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിറയെ പൂക്കൾ വരാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെമ്പരത്തിയോടും ഒരു ഇഷ്ടം കൂടി വരും. കുറച്ച് കഴിയുമ്പോൾ ചെമ്പരത്തിയോടും നമുക്ക് റോസിനോട് തോന്നുന്ന അതേ ക്രേസ് വരികയും നമ്മൾ ഒരുപാട് ചെമ്പരത്തി ഇനങ്ങൾ വാങ്ങി നടാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെമ്പരത്തിയോട് ക്രേസ് കൂടി ഏകദേശം 10-50ഓളം ചെമ്പരത്തി വെറൈറ്റികൾ മാത്രം പൂന്തോട്ടത്തിൽ വെച്ചുപിടിപ്പിച്ച പലരെയും എനിക്ക് അറിയാം. അങ്ങനെ ചെമ്പരത്തിയൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെമ്പരത്തിയോടൊക്കെ പ്രണയം തോന്നി അങ്ങനെ ഒരുപാട് ചെമ്പരത്തി ഇനങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ വീട്ടിൽ എത്ര ഇനം ചെമ്പരത്തി ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.